ദ ഹിഡൻ മാൻ ഇൻസൈഡ്. ദൈവം സംസാരിക്കുന്ന അകത്തെ മനുഷ്യൻ. ദൈവം എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടുകാരനെ പോലെ നമ്മൾ പറയുന്ന അപ്പച്ചൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവം അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നതും ദൈവം ഇങ്ങോട്ട് പറയുന്നതും പലപ്പോഴും ഒരുപോലെ കേൾക്കാൻ പലർക്കും അറിഞ്ഞുകൂടാ. ഈ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നമ്മളങ്ങ് പ്രാർത്ഥന തന്നെ പ്രാർത്ഥന, ഒരു 10 പോയിൻ്റ് അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കും. മക്കളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, പണത്തിൻ്റെ കാര്യം, വിവാഹത്തിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം പറഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം കിട്ടുമോ നമ്മൾ വെയിറ്റ് ചെയ്ത് പോലും ഇല്ല. പ്രാർത്ഥിച്ചിട്ട് നമ്മളവിടെ പൊടിയും തുടങ്ങിച്ചിറങ്ങുമ്പോൾ ദാറ്റ്സ് നോട്ട് പ്രെയർ. ദാറ്റ് ഈസ് നോട്ട് പ്രെയർ. അതൊരു ട്രെൻഡായി മാറിയിരിക്കുക. ഒരു കൂട്ടത്തിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കാം. ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയും, അവർ ആദ്യത്തെ പ്രെയർ എടുക്കും. അവർ ഈ ബാക്കി 4 പേർക്കും അവർക്ക് കൂടെ 5 എടുക്കും. രണ്ടാമത്തെ ആളിനോട് എടുക്കും, അവർ ഈ 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി. അപ്പോൾ 5 പേർ ഈ വട്ടത്തിൽ ഒരേ പ്രെയർ ഇങ്ങനെ വട്ടത്തിൽ പോകുന്നതല്ലാതെ അവരാരും ദൈവശബ്ദ ഉത്തരം കേട്ടിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെയാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ വിഷയം കൊണ്ടുവെക്കണം. ഏറ്റവും ബെറ്റർ ഐഡിയൽ പേപ്പറിൽ നമ്മുടെ ആവശ്യങ്ങൾ എഴുതണം. ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇറ്റ് സെൽഫ് ഈസ് നീഡ്സ് ഡിസിപ്ലിൻ. എൻ്റെ ആവശ്യം എന്താണ്, എനിക്ക് എന്താണ് ആവശ്യം? ഒന്ന്, ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന പിള്ളേരാണ്. അവരെന്തിനു പഠിക്കാൻ ആഗ്രഹിക്കുന്നു? 12th അവരെത്ര മാർക്ക്, നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് അവരെന്തിനു പോകണം? എൻജിനീയറിങ്ങിന് പോകണോ, അസ്ട്രോനോട്ട്സായിട്ട് പോകണോ, നഴ്സിങ്ങിന് പോകണോ, മെഡിസിന് പോകണോ, ലോയറാകണമോ, അത് മാത്തമാറ്റിക്സ് എടുക്കണം? നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് കാണുകയാണ് ഇവരെന്താകണമെന്നുള്ളത്. നമ്മൾ കണ്ടുവെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത് പരിഹരിച്ച് അത് ആ തക്ക സമയത്ത് അത് പ്രാർത്ഥിപ്പിക്കുന്നതും ദൈവമാണ്. നമ്മൾ എന്നെ അകത്തൊരു കൺവിക്ഷനാണ് എൻ്റെ മകൻ എങ്ങനെയാണ്. അപ്പം എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. നമുക്ക് ആ കൊച്ചുമക്കളെ ഒരു മൂത്തവനിപ്പം 13 വയസ്സേ ആയിട്ടുള്ളൂ, ഇളയ കുട്ടിക്ക് 5 വയസ്സ്. അപ്പോൾ ഈ 5 ഒരു മോൻ്റെയും മോടേയും കൂടാണ്. അപ്പോൾ ഈ 5 കൊച്ചുമക്കളെ നോക്കുമ്പോഴും ഓരോ വ്യക്തിയുടെ സ്വഭാവം നോക്കുമ്പം അവരുടെ ഡെസ്റ്റിനി ഏകദേശം എന്താണെന്ന് നമുക്കറിയാൻ നോക്കും. ബിക്കോസ് ദെയർ ക്യാരക്ടർ റിവീൽസ് ഇറ്റ്. മനസ്സിലായോ? അത് ഈ ആത്മീയ കോളത്തിൽ നോക്കുമ്പോഴാണ്. അപ്പോൾ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് കുടുംബം. പ്രായമുള്ളവർക്ക്, അതായത് അപ്പനും അമ്മയ്ക്കും നേരെയില്ല മക്കളെ നോക്കാൻ. പക്ഷേ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ടെങ്കിൽ അവരുടെ കണ്ണിൻ്റെ ദൃഷ്ടി വേറെയാണ്. ദേ സീ ഇറ്റ് ഇൻ ഫ്രം ദ ഐ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവം കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വരമുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെ എങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ള ചുമതല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. കർത്താവ് ഇവരുടെ വിളിക്ക് യോഗ്യമായ വിധത്തിൽ ഇവർ ഉയർന്നു വരണം. അപ്പോൾ ഒരു വിളിയുള്ള മക്കളാണെങ്കിൽ യുദ്ധമുണ്ട്, തടസ്സമുണ്ട്. ഈ തടസ്സങ്ങൾ മാറണമെങ്കിൽ അന്തരാത്മാവ് ദൈവത്തോട് സംസാരിക്കണം. ഈ കുഞ്ഞിൻ്റെ ബലഹീനത, ചില കുഞ്ഞുങ്ങൾക്ക് ടെമ്പർ ടാൻട്രം എന്ന് പറയും, എന്തൊരു ദേഷ്യമാണെന്ന്. ഉടനെ തന്നെ ഇപ്പം പുറത്തൊക്കെ ഇവിടെയുള്ള പിള്ളേർ ഉടനെ തന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. അത് ഈസ് വൺ വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ തിങ്. പക്ഷേ ആരെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് ഇതെന്താണ് പ്രശ്നം, എവിടുന്ന് വന്നാണ്, തലമുറയ്ക്ക് മുമ്പ് വന്നതാണോ, ആണെങ്കിൽ ഇത് അഴിച്ചു തരുന്ന എന്നതിൻ്റെ ആ റൂട്ട് കോസിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സപ്രസ് ചെയ്ത് വിടുകയാണ്. നമ്മൾ ഇതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് ഇതിന് സമയമെടുക്കുക. കാരണം 1, 2, 3 ദിവസം ഉപവാസ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഒരു വിഷയമെടുത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നീഡ്സ് കോൺസെൻട്രേഷൻ. അതിന് പറ്റിയ ആളിനെ ദൈവം തരികയും, അല്ല നമ്മൾ തന്നെ ഇരുന്നാലും സംഭവിക്കും. ഈ ഒരു വിഷയത്തിന്മേൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ദേഷ്യ സ്വഭാവം, ഒരാൾക്ക് പെർട്ടിക്കുലറായിട്ട് ദേഷ്യമുണ്ട്, എന്താണ് അവൻ അസ്വസ്ഥതയില്ലാത്ത സ്വഭാവം വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുകയാണ്, നമുക്ക് മനസ്സിലാകും. ആ വീട്ടിൽ ഒരു കൊച്ചുമകന് 3 വയസ്സല്ല 4 വയസ്സിൽ അവന് സ്വസ്ഥതയില്ലാത്ത സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ ഐദർ ദ മദർ ഓർ ദ ഫാദർ ഹാസ് ദ സെയിം നേച്ചർ. അതല്ലെങ്കിൽ വീട്ടിലെന്തോ കറക്റ്റ് അല്ല. യു ഷുഡ് ഒബ്സർവ് വെയർ ദിസ് ഈസ് കമ്മിങ്. എന്തുകൊണ്ടാണ് കുഞ്ഞിന് സ്വസ്ഥതയുള്ള? നമ്മൾ ഈ യേശാവിനെ യാക്കോബിൻ്റെ ബുക്ക് നോക്കാം. 2 പേരുടെയും കാര്യത്തിൽ ദൈവം തമ്പുരാൻ ആദ്യമേ തന്നെ പ്രൊഫറ്റിക്കലി പറഞ്ഞു, അല്ലേ? പറഞ്ഞില്ലേ? യേശാവ് വേട്ടക്കാരനാണ്, പക്ഷേ അനുഗ്രഹം കൊടുത്തത് യാക്കോബിന്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം തമ്പുരാൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ. അപ്പം കുഞ്ഞുങ്ങൾക്ക് ജീവനുണ്ടോ, ഗർഭപാത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൈവം നിയോഗിച്ച കുഞ്ഞവൻ്റെ കൺസെപ്ഷൻ തൊട്ട് അവരൊരു ലിവിങ് ഹ്യൂമൻ ബീയിങ് ആണ്. ഈ അബോർഷനിസ്റ്റൊക്കെ ആർഗ്യ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്.
നമ്മൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വലിയ പാപമായിട്ട് തന്നെ കണക്കിലെടുക്കണം. എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാം ഞാൻ ആബ്സല്യൂട്ട് ട്രൂത്ത് വിളിച്ച് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ സ്വർഗം നിയോഗിച്ചതാണ് എങ്കിൽ ദൈവനിയോഗപ്രകാരം ആ കുഞ്ഞിനെ എത്തേണ്ട വഴിയിൽ എത്തിക്കേണ്ടത് പലപ്പോഴും അമ്മയപ്പന്മാരുടെ പ്രാർത്ഥന അല്ല, പിന്നെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയാണ്, വല്യപ്പച്ചൻ വല്യമ്മച്ചിമാരുടെ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ലോ തിരഞ്ഞെടുത്ത് എൻ്റെ വല്യപ്പച്ചൻ്റെ സ്വാധീനമാണ്. പലപ്പോഴും ചെറുപ്പത്തിൽ എന്നെ മാറ്റി നിർത്തി ജഡ്ജസിൻ്റെ പടം, ലോയേഴ്സിൻ്റെ പടം ഒക്കെ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരും. ആ ഒരെണ്ണം അന്ന് വലിയ ഫോട്ടോകളൊന്നും ഇല്ല, പക്ഷേ അവിടെ ഇവിടെ ഉള്ളത് എടുത്തിട്ട് കാണിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇംപ്രിൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുറേ കാർട്ടൂൺ കാണിച്ച് മാത്രം പിള്ളേരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ ആർക്കും നേരമില്ലല്ലോ. ചില കാർട്ടൂൺസ് നല്ലതുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സി, വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ദ കിഡ്സ് ടു മേക്ക് ദം ഗ്രോ ഇൻ ദ റൈറ്റ് വേ. അത് സെക്കൻഡായിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അന്തരാത്മാവിനെ ശുദ്ധീകരിക്കാൻ പറയുമ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നിൻ്റെ ആത്മാവിനെ നീ ഒരുക്കണം എന്ന് പറയുമ്പം റോമർക്ക് ലേഖനം 8:16 പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോടുകൂടെ സാക്ഷ്യം പറയുന്നു. സീ, ഇത് വിറ്റ്നസിങ് ആണ്. ഈ സാക്ഷ്യം പറയാൻ ഒരാളുണ്ട്. രക്തം ജലം ആത്മാവിനകത്ത് 3 പേര് സാക്ഷ്യം പറയുന്നു. നമ്മളോട് ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയണമെന്ന്. അതേ മകളെ, നീ നല്ലതാണ്. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒത്തിരി കഷ്ടത്തിൽ കൂടെ പോകുന്ന ചിലർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പ്രാർത്ഥിച്ചു നോക്കാം. അപ്പോൾ അവർ ഒത്തിരി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപദ്രവിക്കുന്നു, പിന്നെ മോൻ്റെ കാര്യത്തിൽ കസ്റ്റഡിയുടെ പ്രോബ്ലമേ, ജോലിയില്ല, പൈസ ഇല്ല, പഠിത്തം ഉണ്ട്, പക്ഷേ ആർക്കും വേണ്ട, അപ്പനും ഇങ്ങനെയുള്ള കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ ഞാൻ പറയും, കുറച്ച് നിൽക്കുക, ഈ സമയത്ത് മാറിപ്പോകല്ലേ ദൈവത്തിൽ തന്നെ. അത് കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾ അവർ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ചില പോയംസ് അല്ലെങ്കിൽ ഈരടികൾ എഴുതി എൻ്റെ അരികിലായിട്ട് അയച്ചു തന്നേച്ച് പറയാം, മാഡം ഒന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന്. അവരുടെ പ്രയാസത്തിന് തക്കതായ ഉത്തരം ചേർന്നായിട്ടുള്ള പാട്ടായിരിക്കും ദൈവം അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ആ പാട്ട് തന്നെ നീ പാടിക്കൊണ്ടിരുന്നാൽ മതി. അത് പാടി 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 അതിനെ ജീവനാക്കുമ്പോൾ നിൻ്റെ ജീവൻ്റെ പ്രശ്നം അത് പരിഹരിച്ചു തരുന്നതായിരിക്കും. അതിനുള്ള ഉത്തരമാണ്, നിൻ്റെ അന്തരാത്മാവിനോട് സംസാരിച്ച ഉത്തരമാണ് നീ പാട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. കേട്ട് എത്ര പേര് കേൾക്കുന്നുണ്ട്? പാട്ട് പാടാൻ കഴിവില്ലാത്തവർക്ക് ദൈവം വചനത്തിൽ കൂടെ സംസാരിക്കും, വചനം അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. എന്നും ജീവനുള്ള ദൈവം സംസാരിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ദൈവം പറയുന്നത്, നിൻ്റെ അകത്തെ മനുഷ്യന് ജീവനുണ്ടോ? അകത്തെ മനുഷ്യന് അത് സ്റ്റാർവ് ചെയ്തിരിക്കുകയാണോ? അകത്തെ മനുഷ്യനെ പുഷ്ടി പ്രാപിക്കണമെങ്കിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഏത് രൂപത്തെങ്കിലും ആട്ടെ, നമുക്ക് പറയാമല്ലോ, ദൈവമേ എൻ്റെ കണക്ഷൻ നീയുമായിട്ടുള്ളത് മാറ്റല്ലേ. ഇപ്പോൾ ടെലിഫോണിൻ്റെ കണക്ഷൻ പോയാണ്ട് നമുക്ക് ഉടനെ മനസ്സിലാവും. ദൈവത്തിൻ്റെ കണക്ഷൻ പോയിട്ട് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എത്ര നാളായി ഈ ദൈവത്തിൻ്റെ അടുക്ക് വന്നിട്ടൊന്ന് ഇരുന്നിട്ട് തിരിച്ച് കടന്നു പോവാം. ആ ദൈവസ്നേഹത്തെ ആഗ്രഹിക്കുക. ദൈവം എൻ്റെ ഒരു കൂട്ടുകാരൻ, അതായത് എൻ്റെ ആവശ്യങ്ങളിൽ തന്നെയല്ല എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ കൂടെ വസിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ സൗദിയിലായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനാണ്. അവരുടെ ഭർത്താവ് വളരെ സ്ട്രിക്റ്റാണ്. പുള്ളിക്കാരി എങ്ങും വിടൂല, എൻ്റെ അടുക്ക മാത്രം വിടും. നമ്മളെ വലിയ. അപ്പം ഞാൻ പറയും, എല്ലായിടത്തും വിടുന്നില്ലെങ്കിൽ നീ വീട്ടിലിരുന്ന് വേദപുസ്തകം എടുത്ത് വായിക്ക് കൂട്ടിയെന്ന് പറയും. അത് അച്ചട്ടായിട്ട് അത് വിശ്വസിച്ചു. അത് അതിൻ്റെ വീട്ടിൽ നിന്ന് അരാംകോയ്ക്കകത്തല്ല, എന്തൊരു സൗകര്യം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ അവളുടെ വലിയൊരു മേശയാണ്. ആ മേശയിൽ അവളൊരു ബൈബിൾ എടുക്കും, മറ്റേ ഒരു ബൈബിൾ തുറന്നും വെക്കും. ആ കൊച്ചെടുക്കുന്ന ബൈബിളിൻ്റെ ഭാഗം തന്നെ യേശുവിന് വായിക്കാനായിട്ട് തുറന്നു വെക്കും. എല്ലാ ദിവസവും 9 മണിയാകുമ്പം ഈ കുട്ടി ഇരിക്കും, ദൈവത്തോട് യേശുവോട് കാണാം. ആ കുട്ടിക്ക് യേശു വന്നിരിക്കും, ഒരേ ഭാഗം യേശുവിൻ്റെ ഭാഗം അവളും വായിക്കും. അത് 2 വായിച്ചിട്ട് കുറേ നേരം ഉറക്കെ വായിച്ചേച്ച് അവളിരുന്നു. ഷീ ഈസ് വെരി ഹാപ്പി. അപ്പോൾ ഒരു ദിവസം 9 മണിക്കെന്നുള്ളത് അവൾ 10 കഴിഞ്ഞിട്ടാണ് ഓർത്തത്. എന്തോ അത്യാവശ്യമുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് തിരിച്ചു വന്ന്, ഞാൻ 10 മണി കഴിഞ്ഞപ്പോഴാണ് ഇരിക്കാൻ വന്നത്. ഞാൻ നോക്കുമ്പോൾ യേശു ആ കസേര ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്താണ് സ്നേഹം? നമ്മൾ 9 മണിക്ക് ചെല്ലെന്ന് പറഞ്ഞാൽ 9-ന് 9 അടിക്കുമ്പോൾ യേശു അവിടെ കസേര വന്നിരിക്കും. അറിയാമോ? എല്ലാവർക്കും കാണാൻ സാധിക്കത്തില്ല. വെറുതെ ഈ യേശുവിനെ ചെറുതായിട്ട് കാണല്ലേ. ആരാണ് ഈ യേശു എന്ന് മനസ്സിലാക്കി എത്രമാത്രം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നോ, എത്രമാത്രം ദൈവത്തിനെ നമ്മൾ ഉയർത്തി കാണിക്കുന്നുവോ, അത്രമാത്രമേ നിനക്കും നിൻ്റെ സന്തതിക്കും ഉയർച്ചയുള്ള ആത്മാവ് ഉണ്ടാകത്തുള്ളൂ. സംശയമില്ലാത്ത സത്യം.
ഇത് ഞാനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെയാണ് ഞാനിവിടെ പറയുന്നത്. 60 വയസ്സിൽ കൂടുതലുള്ളവരാണല്ലോ കൂട്ടുകാർ ഇപ്പോഴത്തെ ഈ കേരളത്തിലുള്ള. എല്ലാവരും പുറത്ത് പോയല്ലോ, ബാക്കിയുള്ളൊരു പള്ളിയിലൊക്കെ പിള്ളേർ കുറവല്ലേ, അവരോടാണ് പറയുന്നത്. ഈ ടെലിവിഷനും കണ്ട് സമയം കളഞ്ഞ് വെറുതെ വേസ്റ്റ് ചെയ്യാതെ ദയവ് ചെയ്ത് വേദപുസ്തകം എടുത്ത് വായിച്ചിട്ട് ഓരോ അധ്യായങ്ങളിൽ കാണുന്ന അനുഗ്രഹങ്ങൾ മക്കളുടെ മേലേക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്തെ ഉടുപ്പ് പോലെ ചെന്ന് വീഴും. പരീക്ഷിച്ച് നോക്ക്. സമയം നമുക്കിപ്പോൾ എപ്പോഴും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ പിന്നെ ദുബായിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഒക്കൂ? ഇന്ത്യയിലോ പോകാനൊക്കത്തില്ല. പോകാൻ പരിമിതിയുണ്ട്. പക്ഷെ വചനത്തിന് പരിമിതി ഇല്ലല്ലോ. സെൻഡ് ഇറ്റ്, അയക്കുന്നു എന്ന് പറയണം നാവുകൊണ്ട്. ഇത് പരിശുദ്ധാത്മാവിൽ ഞാനിത് അയക്കുന്നത് അവിടെ ചെന്ന് പ്രവർത്തിച്ചിട്ടില്ലാതെ വെറുതെ ഞാൻ വചനം അയക്കുന്നത് പുറമേ ചെന്ന് അവരുടെ അകത്തോട്ട് കയറാതെ വരുന്നെങ്കിൽ ഇന്നോട്ട് പ്രാർത്ഥിക്കുന്ന ഈ വചനം ഞാൻ അയക്കുന്നവരുടെ ഉള്ളിൽ ചെന്ന് കണ്ടിട്ട് ജീവനായിട്ട് തിരിച്ചു വരണം. പറഞ്ഞു നോക്ക്. ഇതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പിടിച്ചിരുന്നത്. അങ്ങനെ എന്നെ പ്രാർത്ഥിക്ക്. ഈ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. എത്ര പേരയക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പല അമ്മമാരും അവരുടെ മക്കളെക്കുറിച്ച് വിവരം അറിയാത്തവരോട് യേശുവിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, നീ അയക്കുമ്പോൾ, വചനം അയക്കുമ്പോൾ ഉത്തരമായിട്ട് എനിക്ക് അവരുടെ വിളി കേൾക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനത് ആഗ്രഹിക്കുന്നു. ഞാനത് കോടതിയിൽ നിന്ന്, കർത്താവ് ഇന്ന് എനിക്ക് ഒരു വിധി തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മകൻ്റെ ശബ്ദം കേൾക്കും, അവൻ എൻ്റെ ഭവനത്തിൽ തിരിച്ചു വരും. എൻ്റെ മക്കളുമായിട്ട് ഒന്നിച്ച് മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കും. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഞാൻ വിളിച്ചു പറയും. എൻ്റെ അന്തരാത്മാവാണിത് പറഞ്ഞെങ്കിൽ അത് യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ സീലും ചെയ്തു തരും. ദൈവത്തിൻ്റെ ആത്മാവിൽ ജയം പ്രാപിക്കും. അപ്പം നമുക്ക് ചില സ്വഭാവങ്ങളുണ്ടാകണം. അതായത് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന്? പറഞ്ഞിട്ടില്ല, അയ്യോ ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡസ് ഗോഡ് സ്പീക്ക് ടു അസ്? അത് നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഈ സാമുവേലിനെ 4 പ്രാവശ്യം ദൈവം തമ്പുരാൻ സാമുവേലേന്ന് വിളിച്ചിട്ട് 3 പ്രാവശ്യം സാമുവേൽ വിചാരിച്ചു ഈ വിളിച്ചത് ഏലി പ്രവാചകനാണെന്ന്. 3 പ്രാവശ്യം കൊച്ചൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഏലി പ്രവാചകൻ പ്രായമുള്ളവനായതുകൊണ്ട് ഏലി മനസ്സിലായി ഇത് ഞാനല്ല, ദൈവമാണ് അവനെ വിളിക്കുന്നത്. ഒരു വഴിത്തരും. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കണക്റ്റഡായിട്ട് ആ ടൈമിൽ വരും. ഓരോ വ്യക്തി, നമ്മുടെ മക്കള്, ഭർത്താക്കന്മാർ, നമ്മൾ വഴിതെറ്റി നടക്കുമ്പോൾ ഒരു ദൂതൻ വഴിയിൽ വന്ന് നിൽക്കും. ദൂതൻ ഇത്ര മതിയെന്ന് പറഞ്ഞു. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഇതുവരെ ഒക്കത്തുള്ളൂ. പറയത്തില്ല, ഇതുവരെ എന്നൊരു സമുദ്രത്തിന് അതിര് വരച്ചൊരു ദൈവത്തിൻ അതിപ്രബലതയെ പുകഴ്ത്തിയിടാൻ അറിയാമോ ഞാൻ അതിമൂഢൻ. ദൈവം ഒരു വര വരച്ചിട്ട് ഒരു കുരിശ് നാട്ടുകയാണ്. പലപ്പോഴും അമ്മമാരോട് ഞാൻ പറയുകയാണ്, മക്കൾ പോകുന്ന വഴി തെറ്റാണെങ്കിൽ അവരുടെ നടുക്ക്, അവർ പോകുന്ന വഴിയുടെ നടുക്ക് അവർക്ക് പോകാൻ വയ്യാത്തവണ്ണം ഇത് അവർ കുരിശ് നാട്ടുന്നു. ഈ കുരിശിനെ ക്രോസ് ചെയ്തവർ പോകും. ഇല്ലെന്ന് ഞാനല്ല യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. പോകാനൊക്കത്തില്ലല്ലോ, ഒക്കത്തില്ലെന്നേ, സത്യമല്ലേ? കർത്താവിനെ കുരിശിനെ ക്രോസ് ചെയ്ത് പോകാൻ ഒക്കൂല. ഒന്നുകിൽ നീ ക്രോസ് ചെയ്തെങ്കിൽ ട്രാൻസ്ഫോംഡ്, ഹി വിൽ ടച്ച് ദ ചിൽഡ്രൻ. ദൈവം നടത്തുമെന്ന് സംശയമില്ല. അപ്പം നമ്മൾ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ദൈവവചനത്തിൽ ആഴമായിട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, യോഹന്നാനിൽ പറയുന്നുണ്ട് 10:27 പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. വല്ലവൻ്റെ ആടല്ല, എൻ്റെ ആട് എൻ്റെ ശബ്ദം കേൾക്കും. എനിക്ക് വളരെ ഫെമിലിയറാണ്. എന്നെ വിമലയെന്ന് വിളിച്ചത് യേശു ആണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണം. അത് സാമുവേൽ അറിഞ്ഞല്ലോ. സാമുവേലിന് അറിയെങ്കിലും പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി. അതുകൊണ്ട് സാമുവേലിൻ്റെ ജീവിതത്തിന് മാറ്റം വന്നു. എത്ര പ്രാവശ്യം നമ്മുടെ മക്കളെ പേർ ചൊല്ലി വിളിക്കുന്നു, വിളിച്ചിട്ട് കേൾക്കുക. ജെസ്സി ഡുപ്ലാന്റിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, വലിയ പ്രവാചകനാണ്. അദ്ദേഹം അങ്ങേയറ്റം ഡ്രം അടിച്ച് കള്ളും കുടിച്ച് നടക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിൻ്റെ അമ്മ കുത്തിയിരുന്ന് പ്രാർത്ഥനയാണ്. അപ്പം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുക എവിടെയാണെന്ന് പറയാനായിട്ട് അമ്മയോട്. ഒരു പോക്കാണ്. അപ്പോൾ ഇവൻ ഒരു ദിവസം വിളിച്ചേച്ച് അമ്മയോട് പറഞ്ഞു, ജെസ്സി ഡുപ്ലാന്റ് ചെറുപ്പം, ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹം വിളിച്ചു, മാം ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? അമ്മ ദയവ് ചെയ്ത് തന്നെ അവിടെ എന്നെക്കുറിച്ചുള്ള പ്രാർത്ഥന അങ്ങ് നിർത്താമോ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കേണ്ട, ഞാനൊരു പോക്കങ്ങ് പോവുകയാണ്. അമ്മമാരല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഡ്രം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ജെസ്സിന്ന് ഒരു വിളി, 2-3 വിളി കേട്ടപ്പോൾ ജെസ്സി ആദ്യം വിളിച്ചപ്പം ജെസ്സി തിരിച്ചു ചോദിച്ചു ചൂടെയുള്ളവരോട്, നിങ്ങളാരും എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. അവരോട് ഞങ്ങളാരും നിന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യം വിളിച്ചപ്പോൾ അവന് മനസ്സിലായി ഇത് ദൈവമാണെന്ന് വിളിക്കും. അന്ന് അവൻ ആ ഡ്രം അടിക്കുന്ന പരിപാടി നിർത്തി വെച്ച യേശുവിലായി. ഇന്ന് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഒരമ്മയുടെ പ്രാർത്ഥന.
ദൈവശബ്ദം. എൻ്റെ ആടുകൾ അത് കള്ളുകൂടിയനെന്നോ അല്ലെങ്കിൽ നല്ലവനെന്നോ ചീത്തയെന്നോ ഒന്നും അല്ല പറയുന്നത്. എൻ്റെ ആടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ, ഞാൻ അതിനെ തിരിച്ചു കൊണ്ടുവരും. അത് ഇപ്പോഴൊന്നും തീരുമാനിച്ചതല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായപ്പം ദൈവം അത് കണ്ടതാണ്. പിന്നെന്താ പ്രാർത്ഥിക്കാത്തത്? നമ്മളെ നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ കാണുന്ന യേശുവിനെ അല്ല, യേശു നമ്മളെ കാണുന്ന പോലെ കാണാൻ പഠിക്കണം. യേശുവിന് ഒരിക്കലും യേശുവിൻ്റെ മുമ്പിൽ ഒരാളെ കൊണ്ടുവന്ന് വെച്ചാൽ യേശു നോ പറയത്തില്ല എന്നുള്ളതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ആ സെഞ്ചൂറിയൻ. യേശുവിൻ്റെ മുമ്പിൽ വന്നേച്ച് എൻ്റെ വേലക്കാരൻ, അതെ സെഞ്ചൂറിയൻ്റെ മകനല്ല, എൻ്റെ വേലക്കാരൻ ദീനമായിട്ട് വീട്ടിൽ കിടക്കുന്നെന്ന്. അപ്പോൾ യേശു പറയായിരുന്നല്ലോ, ഇവന് വേറെ ആരെയും കണ്ടില്ല, വേലക്കാരൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട്, നമ്മളാന്നേ പറഞ്ഞേന് ഇല്ലേ, വേലക്കാരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. യേശു എന്താ പറഞ്ഞത് സെഞ്ചൂറിയനോട്? ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് ഭവനത്തിൽ. അപ്പോൾ സെഞ്ചൂറിയൻ തിരിച്ചു പറഞ്ഞെന്തോ, അയ്യോ എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. നീ എൻ്റെ ഭവനത്തിൽ, നീ ഇത്ര വിശുദ്ധനായ നീ എൻ്റെ വീട്ടിൽ കാലുകുത്താൻ എനിക്ക് യോഗ്യതയില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന് സൗഖ്യമാവും. ഞാനൊരു അധികാരത്തിൽ 100 പേരെ ഭരിക്കുന്നവനാണ് ഞാൻ ഒരാളോട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട്, ഒരാളോട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ അയാൾ വരും. അങ്ങനെ ഞാൻ പറയുന്ന ഓർഡർ അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഗുരു അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. യേശു എന്താ തിരിച്ചു പറഞ്ഞത്? ഇത്ര വിശ്വാസമുള്ള ഒരാളെ ഇസ്രായേലിൽ പോലും കണ്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു വിശ്വാസം കണ്ട് യേശുവിന് സന്തോഷമായി. ക്രിസ്തു പറഞ്ഞ നിമിഷത്തിൽ തന്നെ അവന് സൗഖ്യം കൊടുത്തു. ആ ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പം വിശ്വാസി പോലും അല്ലായിരുന്നെന്ന് ഓർക്കണം സെഞ്ചൂറിയൻ. അപ്പോൾ ഈ വിശ്വാസം ആർക്കെപ്പം തുടങ്ങുമെന്ന് അറിയത്തില്ല. അന്തരാത്മാവിനെ ജീവിപ്പിക്കുക. ദൈവം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും സന്ദർശിക്കുന്നതായിട്ട് കാണുക. അപ്പച്ചൻ്റെ കൈകൊണ്ട് ഒന്ന് തൊട്ടാൽ അവരാത്മാവിലായി കഴിയുമെന്ന് വിശ്വസിക്കുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക. നമ്മൾ ദൈവനാമത്തിൽ നമ്മുടെ മക്കളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ഒരു സമയം, ഒരു ദിവസം ഇതിനകത്തൊരു ഉത്തരമായിട്ട് അവർ തിരിച്ചു വരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ക്വയറ്റിങ് അവർ മൈൻഡ്, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ്. എന്തിനാണ് ഇത്രയും വെപ്രാളം പിടിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല കർത്താവേ. എല്ലാ ആദിയും പ്രയാസവും വെപ്രാളവും ഒക്കെ നിൻ്റെ ശബ്ദം നീ കാണുന്ന പോലെ കാണാത്തത് കൊണ്ടാണ്. പക്ഷെ കാണുന്ന എല്ലാം നന്മയ്ക്കാക്കി മാറ്റാം. പക്ഷേ ആ വിഷയം നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. നിരന്തരം യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, അതിന് ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം നിൻ്റെ മുമ്പിൽ സ്വസ്ഥതയില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വസ്ഥതയില്ലാതെ ഞാൻ തന്നെ പ്രാർത്ഥിക്കും. ഞങ്ങൾ 2 പേർ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടം പ്രാർത്ഥിക്കും. ചർച്ച് ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥിപ്പിക്കും, സഭയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥിപ്പിക്കും. എല്ലായിടത്തും കൂടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ വിശുദ്ധന്മാരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടിൽ ഒരു കണ്ണി പോലെ ഒറ്റ ശൃംഖലയിൽ നിന്ന് ശൈവസന്നിധിയിൽ വിഷയം കൊണ്ട് വെക്കാൻ തക്കവണ്ണം വിഷയം സാച്ചുറേറ്റ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടതോട്ട് തിരിഞ്ഞാൽ നിൻ്റെ ശബ്ദം, വലതോട്ട് തിരിഞ്ഞാൽ നിൻ്റെ ശബ്ദം, പുറകിലും മുൻപിലും നിൻ്റെ ശബ്ദം കേട്ടിട്ട് നിന്നെ ഒഴിച്ചവർക്ക് ജീവിക്കാനൊക്കത്തില്ല. എങ്ങനെ പോയാലും നീ ആകുന്ന പാറയിൽ അവരുടെ കാല് ചെന്ന് മുട്ടുകയാണ്. നീ അല്ലാതെ വേറൊരു ആശ്രയമില്ല എന്നവർ കാണും. അവരുടെ നടുക്ക്, അവരുടെ വഴിയിൽ ദൈവത്തിന് വിപരീതമായിട്ട് പോകുന്ന വഴിയുടെ നടുക്ക് ദൈവത്തിൻ്റെ കുരിശ് നാട്ടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ അന്തരാത്മാവ് ആ കുരിശിൽ നിന്ന് വീണ രക്തം അവരുടെ മേലേക്ക് തളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്? കല്ല് പോലുള്ള ഹൃദയം മാംസളമാക്കി തരാമെന്ന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം നിറവേറുന്ന സമയമാണ്. യേശുവിൻ്റെ വചനത്തിന് തെറ്റത്തില്ല. കർത്താവെ, ദാസ്യത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എടുത്തു മാറ്റി പുത്രത്വത്തിൻ്റെ അവകാശത്തെ പഠിപ്പിച്ചെടുക്കാൻ ഒരു ജീവിതകാലം വേണോ കർത്താവെ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ പെട്ടെന്ന് ജോസഫിനെ പഠിപ്പിച്ചെടുത്തു, ദാവീദിനെ പഠിപ്പിച്ചെടുത്തു, ജോഷുവയെ പഠിപ്പിച്ചെടുത്തു, അങ്ങനെയെങ്കിൽ മോശയെ പഠിപ്പിച്ചെടുത്തു. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, അന്ന് കാലങ്ങളിൽ കൂടുതൽ സമയം മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മനുഷ്യൻ്റെ ആയുസ്സിന് ദൈർഘ്യം കുറയുമ്പോൾ കർത്താവേ, എത്രയും വേഗം താമസിക്കാതെ കടന്നു വന്ന് കുഞ്ഞുങ്ങളിൽ ദൈവശബ്ദം കേൾക്കുന്ന ഹൃദയം ഇട്ടുകൊടുക്കണമേ. അന്തരാത്മാവ് ജീവിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെന്ന് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. ദൈവശബ്ദം കേൾക്കുക തന്നെയല്ല, അവർ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരായി മാറുന്നു. കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശബ്ദം വീഴുമ്പോൾ തന്നെ അവരുടെ ഓരോ ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു മാറുന്നത് തന്നെ അവരെ സ്വതന്ത്രരാക്കി തിരിച്ചു കൊണ്ടിരുന്ന സ്നേഹത്തിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന്
കുടുംബമായിട്ട് ഒന്നിച്ച് നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ അനുവദിക്കുന്ന സ്നേഹത്തിന് നന്ദി. ഇടയൻ്റെ ശബ്ദം കേട്ട മക്കൾ ഭാഗ്യവാന്മാർ തന്നെ. അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.